ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മിസ്സിന്റെ പേര് അരുണിമ. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം മിസ് പറഞ്ഞു തരട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലെ വായിക്കാം വരയ്ക്കാം അല്ലെ, റീഡിങ് ആൻഡ് റൈറ്റിംഗ് ദ മാപ്പ് എന്നുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചാപ്റ്റർ ഉണ്ടായിരുന്നു അല്ലെ. അതിൽ ഏറ്റവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് മിസ് ഇന്ന് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. കേരളത്തിന്റെ മാപ്പ് ഉപയോഗിച്ചായിരുന്നു അല്ലെ നമ്മൾ ഈ ഒരു പാഠം മുഴുവൻ പഠിച്ചത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവരും ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? കേരളത്തിന്റെ മാപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഏകദേശം ഒരു ധാരണ ഉണ്ടാവണം അല്ലെ. ഏതൊക്കെ ജില്ലകളാണുള്ളത്, ഏതൊക്കെ ജില്ലകൾ ഏതൊക്കെ ഭാഗങ്ങളിലാണുള്ളത്, ഇതൊക്കെ എന്ത് ചെയ്യണം? നിങ്ങള് അറിഞ്ഞിരിക്കണം. അത് മാത്രമല്ല, നമ്മള് ഭൂപടങ്ങൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇൻഡെക്സുകൾ അല്ലെ, സൂചകങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതും നിങ്ങൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും പഠിച്ചിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പോവുള്ളൂ, എക്സാമിന് പോവാൻ വേണ്ടുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് ഒക്കെയാണ് മിസ് ഇന്ന് എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. റെഡി ആണോ എല്ലാവരും? അപ്പൊ ഞാൻ മക്കളെ നോക്കിക്കേ, കേരളത്തിൽ എത്ര ജില്ലകളാണുള്ളത്? കേരളത്തില് 14 ജില്ലകളാണ് അല്ലേ ഉള്ളത്. അപ്പൊ ഏറ്റവും താഴെ ഏത് ജില്ലയാണുള്ളത്? ഏറ്റവും താഴെ ഏത് ജില്ലയാണെന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ഏറ്റവും താഴെയുള്ള ജില്ല ഏതാണ്? തിരുവനന്തപുരമാണ് അല്ലെ. ഏറ്റവും താഴെ നമുക്ക് അപ്പൊ ഏതാണുള്ളത്? തിരുവനന്തപുരമാണ്. തൊട്ട് മുകളിൽ ഏതാണ്? കൊല്ലമാണ് അല്ലേ ഉള്ളത്. തൊട്ട് മുകളിൽ കൊല്ലമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും മുകളിൽ ഏത് ജില്ലയാണുള്ളത്? കാസർഗോഡ് ജില്ലയാണുള്ളത് അല്ലെ. ഇത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം? മക്കള് പഠിച്ചിരിക്കണം കേട്ടോ. അപ്പൊ മക്കളെ, ടീച്ചർ ഇവിടെ എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെ? നിങ്ങളോട് ചോദിച്ചു ഏറ്റവും താഴെ ഏതാണ്, ഏറ്റവും മുകളിൽ ഏതാണ് എന്നൊക്കെയാണ് അല്ലെ ചോദിച്ചിരിക്കുന്നത്. ഇനി മുതൽ നമ്മൾ അങ്ങനെയല്ല പറയാൻ വേണ്ടി പോകുന്നത്. ഒരു ഭൂപടം നോക്കി നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? ദിശകൾ മനസ്സിലാക്കാൻ വേണ്ടി പോവുകയാണ്. സോ വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ദ ഡയറക്ഷൻസ് അല്ലെ. ഡയറക്ഷൻസ് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി പോവാണ്. അപ്പൊ ഈ ഡയറക്ഷൻസ് എങ്ങനെ മനസ്സിലാക്കാം, അതിനുള്ള ഒരു കുഞ്ഞു ട്രിക്ക് ഇതൊക്കെയാണ് മിസ് ഇന്ന് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നോക്കിക്കേ, നിങ്ങള് ആദ്യം അല്ലെ ഒരു ഭൂപടം കിട്ടിക്കഴിഞ്ഞാൽ അതിലെ ദിശകൾ അടയാളപ്പെടുത്തേണ്ടത് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അതിനുവേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതിൽ എന്ത് ചെയ്യുക? ഒരു കൂട്ടണം ചിഹ്നം ഇടുക അല്ലെ. ചില ആൾക്കാർ പ്ലസ് സൈൻ എന്ന് പറയാറുണ്ടല്ലേ, നമ്മൾ കൂട്ടാൻ വേണ്ടിയിട്ട് എഴുതാറില്ലേ, ഇങ്ങനെ കൂട്ടണം എന്ന് എഴുതാറില്ലേ, അതുപോലെ എന്ത് ചെയ്യുക? ഒരു ചിഹ്നം നിങ്ങൾ എന്ത് ചെയ്യുക? വരച്ച് വെക്കുക. ആദ്യം ഭൂപടം കിട്ടിയാൽ ചെയ്യേണ്ട കാര്യമാണ് ഈ കൂട്ടണം എന്നുള്ള പോലത്തെ ചിഹ്നം നമ്മൾ എഴുതി വെക്കുക. അതിനുശേഷം അല്ലെ, അതിൽ ഉയർന്നു കിട്ടുന്ന ഭാഗം ഉണ്ടല്ലോ, നമ്മൾ തലഭാഗം എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ ഉയർന്നു നിൽക്കുന്ന ഭാഗമായിരിക്കും എപ്പോഴും ഏത് വശം എന്നറിയാവോ നിങ്ങൾക്ക്? വടക്ക് വശം അല്ലെ. വടക്ക് വശം അഥവാ നമ്മൾ എന്ത് പറയും? നോർത്ത് അല്ലെ. നോർത്ത് ഡയറക്ഷൻ ആണ് ഈ മുകളിലുള്ളത്. മനസ്സിലായോ? മുകളിൽ ഏതാണ്? നോർത്ത് ആണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും താഴെ അല്ലെ, ഏറ്റവും താഴെ നിൽക്കുന്നത് എന്താണെന്ന് പറഞ്ഞേ നിങ്ങളെ. ഏറ്റവും താഴെ നിൽക്കുന്നതാണ് തെക്ക് വശം അല്ലെ. താഴെ തെക്ക്, താഴെ തെക്ക്, ഇങ്ങനെ പറഞ്ഞ എല്ലാരും. താഴെ ഏതാടാ? തെക്ക് വശം അല്ലെ. തെക്ക് എന്ന് പറഞ്ഞാൽ സൗത്ത്. ഇംഗ്ലീഷ് മീഡിയം കുട്ടികളും മലയാളം മീഡിയം കുട്ടികളും രണ്ടും എന്ത് ചെയ്യാ? പഠിച്ചു വെക്കുക കേട്ടോ. വടക്ക് എന്ന് പറഞ്ഞാൽ നോർത്ത് ആണെന്നും തെക്ക് എന്ന് പറഞ്ഞാൽ സൗത്ത് ആണെന്നും നിങ്ങൾ എന്ത് ചെയ്യാ? മനസ്സിലാക്കുക. ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? എപ്പോഴും കൂടെ തന്നെ ആലോചിച്ച് വെക്കുക. വടക്കിന് നേരെ എതിർവശത്തായിരിക്കും തെക്ക് ഉണ്ടാവുക അല്ലെ. വടക്ക് വശത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്തുണ്ടാവുക? തെക്ക് ഉണ്ടാവുക അല്ലെ. ഓപ്പോസിറ്റ് ആണ്, നോർത്തിന്റെ ഓപ്പോസിറ്റ് ആണ് എന്തുണ്ടാവുക? സൗത്ത് ഉണ്ടാവുക. ഇനിയുമില്ലേ രണ്ട് വശങ്ങള്? എപ്പോഴും നമുക്ക് മാറിപ്പോകുന്നത് ഈ ഒരു കാര്യമാണ് അല്ലെ. മാറിപ്പോവാൻ വളരെയധികം സാധ്യതയുണ്ട് അല്ലെ. അതിനുള്ള ഒരു കുഞ്ഞു ട്രിക്കാണ് മിസ് പറയുന്നത് അല്ലെ. ഇപ്പൊ നിങ്ങൾക്കറിയാം, കേരളത്തിന്റെ ഭൂപടാണല്ലോ ഉള്ളത്. കേരളത്തിന്റെ ഭൂപടത്തിന്റെ ഈ ഒരു സൈഡിൽ എന്താണെന്നറിയാവോ നിങ്ങൾക്ക്? ഇവിടെ എന്താ ഉള്ളത്? ഇങ്ങനെ എന്താ ഉള്ളത്? എന്താണെന്ന് അറിയാവോ നിങ്ങൾക്ക്? എന്താണ്? കടലാണല്ലേ ഉള്ളത്. കടലാണല്ലോ ഉള്ളത്. ഏത് കടലാ ഉള്ളത്? അറബിക്കടൽ അല്ലെ. അപ്പൊ അറബിക്കടലിന് നേരെ വരുന്ന അല്ലെ, അറബിക്കടലിന്റെ നേരെ വരുന്ന ഭാഗം ഏതാണ്? പടിഞ്ഞാറാണെന്ന് മനസ്സിലാക്കുക കേട്ടോ. ഏതാടാ? പടിഞ്ഞാറ് വശമാണ് അല്ലെ. അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗം ഏതാണ്? പടിഞ്ഞാറാണ് അല്ലെ. പടിഞ്ഞാറാണ്. നമുക്ക് എന്ത് പറയാം? വെസ്റ്റ് ആണ് അല്ലെ. വെസ്റ്റ് ആണെന്ന്
നിങ്ങൾ എന്ത് ചെയ്യാ മനസ്സിലാക്കുക. നമ്മൾ ബീച്ചിൽ പോവാറില്ലേ? ബീച്ചിൽ പോവാറുണ്ട് അല്ലെ? അപ്പൊ ഏത് ബീച്ചിലേക്കാ നമ്മൾ പോവാറ്? നമ്മള് വെസ്റ്റ് സൈഡിലുള്ള ബീച്ചിലേക്കാ പോവാറ് അല്ലെ? അതായത് എന്താണ്? പടിഞ്ഞാറ് വശത്താണ് അല്ലെ? അപ്പൊ ബീച്ചുകൾ എവിടെയാണ് ഉണ്ടാവുക? നമ്മുടെ പടിഞ്ഞാറ് ഭാഗത്താണ് അല്ലെ? പടിഞ്ഞാറ് ഭാഗത്താണ് എപ്പോഴും എന്ത് ചെയ്യുക? ബീച്ച് ഉണ്ടാവുക എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക അല്ലെ? എന്ത് ചെയ്യുക? നമ്മളിങ്ങനെ മാപ്പ് നോക്കുന്ന സമയത്ത് അല്ലെ പടിഞ്ഞാറോട് ചേർന്നിട്ടാണ് എന്ത് ചെയ്യുക? ബീച്ചുകളൊക്കെ ഉണ്ടാവുക അല്ലെ? ഇങ്ങനെ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല? തെറ്റത്തില്ല. അപ്പൊ പടിഞ്ഞാറിന് നേരെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? അത് കിഴക്ക് ഭാഗമാണ് അല്ലെ? കിഴക്ക് ഭാഗമാണ്, ഈസ്റ്റ് ആണ് അല്ലെ? ഈസ്റ്റ് ആണ്. മനസ്സിലായോ അല്ലെ? അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും മാറിപ്പോകുന്നത് ഏതാണ്? പടിഞ്ഞാറും കിഴക്കും ആയിരിക്കും അല്ലെ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഏതെങ്കിലും ഒരു സൈഡ്, നിങ്ങൾക്ക് ഇനി പടിഞ്ഞാറല്ല കിഴക്കാണ് പഠിക്കാൻ താല്പര്യമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കിഴക്ക് മാത്രം പഠിച്ചു വെക്കുക. അപ്പൊ അതിന് ഓപ്പോസിറ്റ് പടിഞ്ഞാറാണെന്ന് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഇനി വടക്കാണ് പഠിക്കുന്നെങ്കിൽ വടക്ക് മാത്രം പഠിച്ചു വെക്കുക. ഓപ്പോസിറ്റ് എന്താണ്? തെക്കാണ്. അപ്പൊ 2 എണ്ണം പഠിച്ചാൽ മതി അല്ലെ? 4 എണ്ണം നമുക്ക് കൃത്യമായിട്ട് എഴുതാൻ വേണ്ടി പറ്റും. ശരിയാണോ? ഓക്കെ അല്ലേ? യെസ്. ഇനി ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ക്ലോക്കിൽ സൂചി പോകുന്ന പോലെ, ഇത് 2ാമത്തെ ട്രിക്കാണ് കേട്ടോ. ക്ലോക്കിൽ എങ്ങനെയാ സൂചി പോവാതാ? ഇങ്ങനെയല്ലേ ക്ലോക്കിൽ സൂചി പോവാ? ഇങ്ങനെ പോകത്തില്ലേ? അതുപോലെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് പഠിക്കാം? വാക്കി തേപ്പ. എന്താ പറയാ? വാക്കി തേപ്പ. ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഓർത്ത് വെക്കാം. അപ്പൊ അതിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ കോഡ് ഉപയോഗിക്കാതെ നമ്മൾ എന്ത് ചെയ്യുക? ആലോചിച്ചിട്ട് തന്നെ പറയാം അല്ലെ? നമുക്ക് എന്താ ആലോചിക്കേണ്ട? കടലുണ്ട് അല്ലെ? കടൽ എവിടെയാ ഉണ്ടാവുക? കടൽ എപ്പോഴും പടിഞ്ഞാറ് വശത്താണ് ഉണ്ടാവുക. അപ്പൊ കടൽ എവിടെയാ ഉണ്ടാവുക? ഈ ഭാഗത്താണ് അല്ലെ ഉണ്ടാവാറ്. അപ്പൊ ഇത് വടക്കാണെങ്കിൽ ഇവിടെയാണ് എന്ത് ഉണ്ടാവുക എന്നൊക്കെ എന്ത് ചെയ്യുക? ആ ഒരു രീതിയിൽ എന്റെ മക്കൾ എന്ത് ചെയ്യുക? ആലോചിച്ച് നോക്കുക അല്ലെ? അപ്പൊ ഒരു ഭൂപടം മനസ്സിൽ സങ്കല്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? തീർച്ചയായിട്ടും ഈ ഒരു രംഗം അല്ലെ, ഈ ഒരു ദിശ അടയാളപ്പെടുത്തുന്നത് നിങ്ങളുടെ മനസ്സിലേക്ക് വരും. അപ്പൊ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് പഠിക്കാം അല്ലെ? അല്ലെങ്കിൽ നിങ്ങൾക്ക് കോഡാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ എന്ത് കോഡ് പഠിച്ചോ? വാക്കി തെപ്പ അല്ലെ? വാക്കി തെപ്പ. അപ്പൊ എങ്ങനെയാ പോണ്ടത്? ക്ലോക്കിലെ സൂചി പോലെ പോകുന്ന വാഴയാണെങ്കിൽ നിങ്ങൾ എന്ത് എഴുതണം? വാക്കി തേപ്പ അല്ലെ? വാക്കി തേപ്പ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ 2 എണ്ണം പഠിച്ചു വെക്കുക, ബാക്കി 2 എണ്ണം ഓപ്പോസിറ്റ് എഴുതുക. കിഴക്കിന് ഓപ്പോസിറ്റ് പടിഞ്ഞാറ് അല്ലെ? വടക്കിന് ഓപ്പോസിറ്റ് തെക്ക്. ഇങ്ങനെയൊക്കെ പഠിച്ചിട്ട് എഴുതി വെക്കുക. ക്ലിയർ ആണോ? അപ്പൊ എന്ത് ചെയ്യുക? ഈ ഒരു കാര്യം നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വെക്കുക. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം? കുറച്ച് സൂചികകൾ ഉണ്ടല്ലോ, വിമാനത്താവളം അല്ലെ? പ്ലെയിന് പോകുന്ന ചിഹ്നം ഉള്ളതാണ് എന്ത്? വിമാനത്താവളം അല്ലെ? ഒരു ബോട്ട് പോകുന്നത് പോലത്തെ ചിഹ്നം ആണെങ്കിൽ എന്താണ്? തുറമുഖാണ്. ഇങ്ങനത്തെ കുറെ കാര്യങ്ങളും കൂടെ പഠിച്ചു വെക്കുക അല്ലെ? ഒരു പക്ഷിയുടെ ചിത്രമാണ് കണ്ടെങ്കിൽ എന്താണത്? അതൊരു ബേർഡ് സാങ്ച്വറി ആണ് അല്ലെ? പക്ഷി സങ്കേതമാണ്. അപ്പൊ ഇങ്ങനത്തെ കുട്ടി കാര്യങ്ങളും കൂടെ എന്റെ മക്കൾ ഓർത്ത് വെക്കുക. നന്നായിട്ട് പരീക്ഷ എഴുതുക. ഓൾ ദി ബെസ്റ്റ്.